ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയിലോട്ട് കിടക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളി മൂപ്പിക്കാം. അപ്പോൾ അതിനാവശ്യമായുള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പച്ചമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട. ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. അടുത്തതായി തിളച്ച എണ്ണയിലോട്ട് കടുക് ഇടാം. കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പില ഇടാം. അടുത്തതായി വറ്റൽമുളക്. അടുത്തതായി ഗ്രാമ്പൂ, പട്ട ചേർക്കാം. മുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ അടിച്ചു വെച്ചിരുന്നായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് സവാള മൂക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുവരെ ചവിട്ടി പിടിക്കാനാക്കി കൊടുക്കാം. നമുക്ക് ചേരുവകൾ ചേർക്കാം. അതിനായി മഞ്ഞൾപ്പൊടി ആദ്യം ഇടാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇച്ചിരി തോനെ ഇടണം, കാരണം പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി അധികം ഇട്ട് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിടിക്കാനായി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചിക്കൻ വേവ് കിട്ടാനായി കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഏകദേശം വേവായി വരുന്നുണ്ട് ചിക്കൻ. പെപ്പർ ചിക്കൻ റെഡിയായിരിക്കുകയാണ്.